ആ വാസു വരുന്നുണ്ട്. ഒന്നി പഠിച്ച മൂന്നെണ്ണ ഇപ്രാവശ്യം എന്നെ തട്ടി തന്നെ. അയ്യോ വണ്ടി വിട്ടോ അവരെ കേട്ടല്ലേ? ഓഹോ കേട്ടി. പോലീസുകാർ കള്ളന്മാരെ ഓടിക്കാറാണ്. നേരെ പറഞ്ഞാണല്ലോ. സ്ഥലം പറയടൂ. പുറകെ മുമ്പേ പോവാൻ വേറെ ആളെ അന്വേഷിച്ചു. അയ്യോ വണ്ടി എടുത്തേ. ഞാനെന്താ ഇയാളെ തൊടുന്നത്? ഒരു കുറ്റം ചെയ്യാത്ത എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ വന്നതാണല്ലേ? ചുണയുണ്ടെങ്കിൽ ആ ദ്രോഹിയെ പോയി പിടിക്കേ. ആരുടെ കാര്യമാണ് നീ പറയുന്നത്? ബേബിച്ച മുതലാളിയുടെ കാര്യം. എന്റെ കൊച്ചെ, ഞാൻ നിന്നെ പിടിക്കാനൊന്നും വന്നതല്ല. ഇവിടെ ഒളിച്ചിരിക്കാൻ കയറിയതാ. കള്ളം. നിങ്ങൾ പോലീസല്ലേ? പോലീസ് എന്തിനാ ഒളിച്ചിരിക്കുന്നത്? പോലീസുകാരനും മനുഷ്യനാ. അവനും ജീവനിൽ കൊതിയുണ്ട്. ഗതി കെട്ടാൽ അവനും ഓടും, ഒളിക്കും. ഒരു കള്ളനും ഒരു ഭീമനും കൂടെ എന്റെ പറയാൻ വരുന്നുണ്ട്, എന്നെ കൊല്ലാൻ. അവൻ ഈ ഭാഗത്ത് എവിടെയെങ്കിലും കാണും. ഇന്ന് നമ്മൾ അവന്റെ കാല് തല്ലി ഓടിച്ചില്ലെങ്കിൽ നാളെ അവനൊരു പടയുമായി വന്ന് നമ്മുടെ കഥ കഴിക്കും. ഞാൻ ഇതിലേ പോയി നോക്കാം. ഇത് പട്ടി ചന്തയ്ക്ക് പോയതുപോലെയായി. ഇനി അങ്ങോട്ടാ പോവാ? ബസ് കയറി കണ്ടെന്നല്ലേ നളിനം പറഞ്ഞ്. വാസുവിന്റെ കൂടെ കൊല്ലം നാണുണ്ട്. മിക്കവാറും പ്രഭാകരന്റെ മയ്യത്തെ നമുക്ക് കിട്ടുള്ളൂ. നിന്റെ തിരുവാതിര കൊണ്ടൊന്നും മൊഴിയാതെ. തിരുവാതിരയല്ല, സംക്രാന്തി. ഒന്നും ഉണ്ടായിട്ടോ. സാറ് ശരിക്കും പോലീസ് തന്നെയാണോ? അതെ, പ്രഭാകരൻ എന്നാണ് എന്റെ പേര്. ഇയാളുടെ പേരെന്താ? ഇന്ദു. എന്തിനാ ഇവിടെ വന്നത്? ബേബിച്ച മുതലാളിയുടെ ആളുകളെ പേടിച്ച്. ബേബിച്ച മുതലാളിയോ? വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മ, പിന്നെ ചിറ്റപ്പൻ. ചിറ്റപ്പനോ? അതെ, രണ്ടാനച്ഛൻ. ഓഹോ, അപ്പൊ അമ്മ പെശകല്ലേ? അയ്യോ അല്ല, എന്റെ അമ്മ ഗതിയില്ലാതെ വന്നപ്പോ അങ്ങനെ അങ്ങ് ആയിപ്പോയതാ.
ഇന്ദുവിന് കൂടപ്പറപ്പോൾ ആരുമില്ലേ? ഒരു ചേട്ടനുണ്ട്. 12ാം വയസ്സിൽ കറിക്കത്തി കൊണ്ട് ചിറ്റപ്പനെ വെട്ടി ഓടിപ്പോയതാ. പിന്നെ സർവത്ര പിഴയായി, ചത്തുപോയതിന് സമം. ചേട്ടന്റെ കാര്യം ഓർത്താണോ കരയുന്നത്? ആങ്ങളെ ചൊവ്വായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ ഗതി വരുമായിരുന്നു. സാറ് പോലീസല്ലേ, എന്നെ രക്ഷിക്കാമോ? ഞാനോ? ഞാനെങ്ങനെ രക്ഷിക്കാനാ? എനിക്ക് എന്റെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല. ചിറ്റപ്പൻ അമ്മയെ അടിച്ച് ചതച്ചിട്ട് അവിടെ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. ഒറ്റയ്ക്ക് നടന്ന ആ ബേബിച്ചിന്റെ ആൾക്കാർ എന്നെ പിടിച്ചോണ്ട് പോവും. എന്തിന്? നീ അയാളോട് എന്ത് തെറ്റ് ചെയ്തു? തെറ്റ് ചെയ്യാൻ സമ്മതിക്കാത്തോണ്ടാ അയാൾക്ക് എന്നോട് ദേഷ്യം. നടന്ന എന്താണെന്ന് വെച്ചാ നീ തുറന്നു പറ. എന്ത് ചെയ്യണമെന്ന് നമുക്ക് പിന്നീട് ആലോചിക്കാം. ആ കാലമാടം വന്നു. എനിക്ക് പേടിയാ, ഞാൻ പോണില്ല. ആഹാ, നീ ഇതുവരെ ഒഴുകില്ലേടി? പോയി സാരി എടുത്തു നോക്ക്. അവൾക്ക് അവിടെ വരാൻ ഇഷ്ടമല്ല. ആ ബേബിച്ചിന്റെ സ്വഭാവം ചീത്തയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇത്രയും കാലം നിന്നെ നിന്റെ മകളെ തീറ്റിപ്പോറ്റി എന്നെ നിനക്ക് വിശ്വാസമില്ല. നന്ദി കെട്ട വർഗം. എടി, ഞാൻ എത്ര കാല് പിടിച്ചിട്ടാണെന്ന് അറിയാവോ അയാൾ ജോലി വിടാൻ സംഭവിച്ചത്? ചൂലേ, മാസം 1000 രൂപ. എടി, പോയി സാരി കൊടുക്ക്. എന്റെ തനി സ്വരൂപം കാണണ്ട എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡി ആയിക്കൂ. ഞാൻ കാറിലിരിക്കും. 5 മിനിറ്റിനുള്ളിൽ വന്നേക്കണം. മോളെ, എതിർത്ത് നിൽക്കാനുള്ള ശേഷി നമുക്കില്ല. ഈ ദ്രോഹി എന്റെ മുമ്പിൽ വെച്ച് നിന്നെ നശിപ്പിക്കാനും മടിക്കില്ല. എന്റെ മക്കൾ ഒന്ന് പോയി നോക്ക്. നീ സൂക്ഷിച്ചു നിന്നാ മതി. ഇവളാണോടാ നിന്റെ കീപ്പിന്റെ മോള്? അമ്മേ, തള്ള എന്റെ കയ്യിൽ കിട്ടുമ്പോ ഈ പെണ്ണിന് 1.5 വയസ്സാ പ്രായം. ഓ, നീ ടൈപ്പ് പഠിച്ചിട്ടുണ്ടല്ലേ? ലോവർ ജയിച്ചു. തൽക്കാലം അത് മതി. ഹയറിന് ഞാൻ പഠിപ്പിക്കാം. ആദ്യം ഇവിടെ തന്നെ തുടങ്ങണം എന്നുള്ളത് എന്റെ വലിയ മോഹമായിരുന്നു. എന്നാ നീ അപ്പുറത്തേക്ക് ചെല്ല്. ഞാൻ വിളിക്കുമ്പോ വന്നാ മതി. ഇവളോട് ഞാൻ സൗകര്യമായിട്ട് കുറച്ച് സംസാരിക്കട്ടെ. പിടിക്കണ അവളെ. പോവും. വീട്ടിലെ സ്ഥിതി ഓർക്കാൻ കൂടി വയ്യ. അമ്മയെ അയാൾ കൊന്നു കാണുമോ എന്ന പേടി.